Hey, hello guys, welcome back to yet another vlog and this is me Avarna. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പറയാൻ പോകുന്നത് ഡേം ഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് ഒരു നൈറ്റ് ക്രീമാണ്. ഇത് ഞാനിപ്പോൾ ഒരു 2 വീക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നാണ് നേരിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇതിൽ പറഞ്ഞു പോലെ തന്നെ 2 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് ഒരു ചാലഞ്ച് പോലെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ആൻഡ് ഹേ ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ സെയിം ബ്രാൻഡിൽ തന്നെ ഡേം ഡോക്കിൽ എന്ന് പറഞ്ഞിട്ട് ഈ സെയിം ബ്രാൻഡിൽ തന്നെ ഒരു 10% നയാസിനമൈഡിൻ്റെ ഒരു ലോഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ അതിൽ എനിക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡേം ഡോക്ക് എന്നുള്ള ഈ ബ്രാൻഡ് ചൂസ് ചെയ്യാനും ആൻഡ് ഈ ബ്രാൻഡിൻ്റെ ഈ നൈറ്റ് ക്രീം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ വന്നിട്ട് ട്രൈ ചെയ്യുന്നതും. സോ ആ ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പോയിട്ട് കാണാം. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതും എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യുന്നു, പിന്നെ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്തിട്ട് നല്ല ഹെൽത്ത് ആൻഡ് സപ്പിൾ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ 2 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാട്ടോ നിങ്ങളുടെ അടുത്തേക്ക് ഒരു റിവ്യൂ ബേസ് എന്നുള്ള രീതിക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിത് യൂസ് ചെയ്തിരുന്ന സമയത്തും ഇതും ഞാൻ ഡേം ഡോക്കിൻ്റെ തന്നെ നയാസിനമൈഡ് 10% നയാസിനമൈഡിൻ്റെ സിറം ഇപ്പോഴും സ്റ്റിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ക്രീം ഞാൻ അത് നൈറ്റിലായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, ഡേ ടൈമിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ ഏതൊക്കെ ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഡേ ടൈമിൽ പോകുന്ന സമയത്ത് ഫുൾ കവറേജ് ആയിട്ട് SPF 15 ഉള്ള ഒരു സൺസ്ക്രീൻ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പോകാറുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇപ്പോൾ സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഫേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് ആദ്യം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് നിൽക്കും. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് താഴും. ഇപ്പം എൻ്റെ ഇവിടെ ഏറ്റവും എനിക്ക് കൂടുതൽ പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഫോർ ഹെഡിൽ അല്ലെങ്കിൽ ചീക്സിൽ ഈ 2 പെർട്ടിക്കുലർ ഏരിയസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആ ഒരു പിമ്പിൾസ് ഞാൻ ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് താഴാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് ഞാൻ തേച്ചു, നാളെ മേ ബി ഞാൻ മറന്നു പോവാണ്. എൻ്റെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഇതിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനത് മേ ബി മറന്നു പോകുന്ന സമയമായിരുന്നു. ഇത് ഒരു ദിവസം വിട്ടുപോയെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഇതിൻ്റെ ഭയങ്കരമായിട്ട് റിയാക്ഷൻ ഫീൽ ചെയ്യാം. അങ്ങനത്തെ സംഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. സത്യമായിട്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സംഭവം നമ്മുടെ അടുത്ത് കഴിഞ്ഞു പോയെന്ന് വിചാരിക്കാം. അതിന് നമുക്ക് റീപർച്ചേസിന് വേണ്ടിയിട്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല വിചാരിക്കും. 15 ഗ്രാം ക്രീമിന് വന്നിട്ട് 350 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ക്രീമാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരിതാണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ഗ്യാപ്പ് കിട്ടുന്നെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിട്ട് ഞാൻ മേ ബി നന്നായിട്ട് സൺ എക്സ്പോഷർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സ്കിന്നിൽ എൻ്റെ സ്കിന്നിന് എങ്ങനെയായിരുന്നു ഇത് പിമ്പിൾ മാർക്സിനെയൊക്കെ ഡെഫിനറ്റ്ലി എന്തായാലും ആക്റ്റീവ് ആയിട്ടുള്ള ആക്നെ ഉള്ള സ്ഥലത്തൊന്നും ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ആക്റ്റീവ് ആക്നസ് ഒന്നും വന്നിട്ട് പോലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പിമ്പിൾസ് ഉണ്ടാക്കി തന്നിട്ട് പോയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടല്ലോ അത് മാറ്റും. ആൻഡ് പിഗ്മെൻറ്റേഷൻ ഇത് ഫെയ്ഡ് ആക്കിയിട്ടുണ്ട്. സ്കിന്നൊന്ന് സത്യം പറയാമല്ലോ ഒന്ന് ബ്രൈറ്റനിങ് ഫീൽ ഡെഫിനറ്റ്ലി ഇത് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു 3, 4, 5 ദിവസത്തോളം ഞാൻ ഡിലേ ആയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഫെയ്ഡ് ആയത് ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് കുറച്ച് 3, 4, 5 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് സ്റ്റിൽ വീണ്ടും ഞാൻ ഈ ക്രീം റീപർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഈ ഒരു ക്രീമിൽ ഏതൊരു ക്രീമായാലും എന്തായാലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇതിൽ തോന്നിയിട്ടുള്ളത്. എന്തൊരു കാര്യമായാലും ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയമാണ്. നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അറ്റാച്ച് ആയിട്ട് വരുന്ന സമയത്തായിരിക്കാം മേ ബി ഇതിൻ്റെ ക്വാണ്ടിറ്റി കഴിഞ്ഞിട്ട് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് എന്തും ഒന്ന് അറ്റാച്ച് ആയി ആ ഒരു ഡ്യൂറേഷൻ്റെ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സ്കിന്ന് അൺഹെൽത്തി ആയിട്ട് മാറുകയും അതിൻ്റെ റിഡോക്സ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മളത് പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തായാലും ഒരു ദിവസം തേക്കുക, ഒരു ദിവസം ഇടവിട്ടിട്ട് പിറ്റേ ദിവസം തേക്കുക, പിന്നെ അത് 2 ദിവസം ഗ്യാപ്പ് ആക്കുക, പിന്നെ അതൊരു 3 ദിവസം ഗ്യാപ്പ് ആക്കുക. അങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഏതൊരു ക്രീമും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്ന ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ ക്രീം വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ കമ്പനി തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഒരു കാര്യം നോട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ ക്ലീൻ ആയിട്ടുള്ള നിങ്ങളുടെ ഫേസിലേക്കാണ് ഡെയിലി നൈറ്റിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്തിട്ടൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം ഇതാണ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഓയിൽ എടുക്കും. ഞാനൊരു ഇച്ചിരി എടുത്തിട്ട് ഇനി ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഐ ലവ് ഫ്രാഗ്രൻസ്. സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് കയ്യിൽ ഒരു വൈറ്റ് കാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഇത് കണ്ടോ ഗൈസ്, ഇത് ഫുള്ളാ എൻ്റെ കയ്യിൽ അബ്സോർബ് ആയി പോയിട്ടുണ്ട്. എൻ്റെ 2 കൈ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. കണ്ടോ, അപ്ലൈ ചെയ്ത കൈ, അപ്ലൈ ചെയ്യാത്ത കൈ. ഒരു ഗ്ലോ ഒക്കെ ഈ കൈക്കുണ്ട്, അത്ര ഗ്ലോ ഈ ഒരു കൈക്കില്ല. കണ്ടോ, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട്. അതിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ.
നല്ലൊരു മണം നമുക്ക്. ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെ തോന്നുന്നത് എപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, പിന്നെ യൂസ് ചെയ്യേണ്ട. നമ്മൾ ഏതൊരു ക്രീമായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇങ്ങനെയാട്ടോ ഈ ഒരു ക്രീമിൻ്റെ ഇത്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ബിലോ. ഗൈസ് ബൈ ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.